Welcome to Brilliant Brains, a complete educational channel for Kerala syllabus students. ഹലോ, നമുക്ക് ഓണത്തിൻ്റെ പരീക്ഷയുടെ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചല്ലോ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ 2 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് പ്രവർത്തനം 1. മധ്യകാല ഇന്ത്യയിലെ ചില ചരിത്രശേഷിപ്പുകളുടെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? ചെങ്കോട്ട, ഹംപി അല്ലേ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന 2 പിക്ചേഴ്സ് സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതിൽ ക്വസ്റ്റ്യൻ എന്താണ്? ഏതൊക്കെ രാജഭരണ കാലത്താണ് ഇവ നിർമ്മിക്കപ്പെട്ടതെന്നാണ്. ഫസ്റ്റ് ചെങ്കോട്ടയാണ്. ചെങ്കോട്ട എപ്പോഴാണ്? മുഗൾ ഭരണ കാലഘട്ടത്തിലാണ്. ഹംപി വിജയനഗര ഭരണ കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത്. ഇനി ബി ക്വസ്റ്റ്യൻ, അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് ജസ്യൂട്ട് പാതിരായ പിയർജാറിക്കിൻ്റെ കുറിപ്പിൽ നിന്നുള്ള ചില വാക്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്ബർ ചക്രവർത്തിയുടെ ഏതൊക്കെ സവിശേഷതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുക? അതാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ അക്ബറിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ജാതി മത പരിചിത അപരിചിത വ്യത്യാസമില്ലാതെ ജനങ്ങൾക്ക് പരിഗണന നൽകി, അതേപോലെ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 2. അതിൽ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ഗാന്ധിജി ആഗ്രഹിച്ച കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവ ഭരണഘടനയുടെ ഏതെല്ലാം ആശയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിലേതൊക്കെ കൊടുത്തിട്ടുണ്ട്? ലിംഗനീതി, തുല്യത, സാഹോദര്യം, പരമാധികാരം. അതായത് അതിൽ ഒന്നാമത്താണ് എന്ത്? ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാക്കണം. അതേതാണ്? സാഹോദര്യമാണ്. പിന്നെ പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കുന്ന ഇന്ത്യ അല്ലേ. അതേതാണ്? ലിംഗനീതിയാണ് അല്ലേ. 2 പേർക്കും തുല്യമായ അവകാശങ്ങൾ, ഒരേപോലെയുള്ള അവകാശങ്ങൾ നൽകുന്നത്. ഇനി അടുത്തത്, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഭരണഘടന. അതേതാണ്? പരമാധികാരമാണ്. പിന്നെ ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യ. അതേതാണ്? തുല്യതയാണ് കേട്ടോ. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന ദിവസം ഏത് പേരിലാണ് നാം ആചരിക്കുന്നതാണ്? അതേതാണ്? റിപ്പബ്ലിക് ദിനമാണ് അല്ലേ. എന്നാണ് നിലവിൽ വന്നത്? 1950 ജനുവരി 26 അന്നത്തെ ദിവസമാണ് എന്ത് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി പ്രവർത്തനം 3. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്തിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ബസവണ്ണ. അതിലെ ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്നവയിൽ ബസവണ്ണയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? അതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയാണ് എന്ത്? 1 വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചു. പിന്നെ താമസ സ്ഥലം ഖാൻഗാഹുകൾ എന്നറിയപ്പെട്ടു. ലങ്കാറിൻ്റെ അതായത് പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കി. ചർച്ചയിൽ രൂപപ്പെടുന്ന ആശയങ്ങൾ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു. അതിലേതാണ് ആൻസർ? എയും ഡിയും ആണ് അല്ലേ. ഏതൊക്കെയാണ്? വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചു, അതേപോലെ ചർച്ചയിൽ രൂപപ്പെടുന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു അല്ലേ. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ ആണ് എന്താ? ബസവണ്ണ സ്ഥാപിച്ച അനുഭവ മണ്ഡപം സാമൂഹ്യ മാറ്റത്തിന് എങ്ങനെ സഹായിച്ചു? വിശദീകരിക്കുക. നമ്മൾ പഠിച്ചില്ല, ഒരു ടേബിളിൽ തന്നെ ഒരു ചെറിയൊരു ടേബിളിൽ കൊടുത്തിട്ടുണ്ടല്ലേ അനുഭവ മണ്ഡപത്തെക്കുറിച്ച്. ബസവണ്ണ രൂപീകരിച്ച ഒരു ചർച്ചാ വേദിയാണ് എന്ത്? അനുഭവ മണ്ഡപം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? യാതൊരുവിധ വ്യത്യാസങ്ങളുമില്ലാതെ ആർക്ക് വേണമെങ്കിലും ഈ ചർച്ചകളിൽ പങ്കെടുക്കാമായിരുന്നു അല്ലേ. അതായത് സ്ത്രീയെന്നോ അല്ലെങ്കിൽ ഉയർന്ന ജാതിയെന്നോ ഉയർന്ന മതമോ അങ്ങനെ ഒരു ജാതി മത വ്യത്യാസങ്ങളോ ലിംഗ ഒന്നും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഈ അനുഭവ മണ്ഡപത്തിൽ വന്നിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാമായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? ഈ ചർച്ചാ വേദിയിൽ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചർച്ച ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു അല്ലേ. നമുക്ക് എന്താണോ, നമുക്ക് എന്തിനെ പറ്റിയാണോ നമുക്കൊരു സൊല്യൂഷൻ വേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വന്ന് ചർച്ച ചെയ്യാനുള്ളൊരു വേദിയായിരുന്നു അത്. അതുകൂടാതെ തന്നെ എന്താണ്? ഇവിടുന്ന് ഉയർന്നു വന്ന ആശയങ്ങളെ എന്ത് പേരിലാണ്? വചനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അല്ലേ. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? ഇതിനെപ്പറ്റി ചെറിയൊരു വിശദീകരണം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പ്രവർത്തനമാണ് പ്രവർത്തനം 4. മികച്ച ഗായികയ്ക്കുള്ള 2020 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് നഞ്ചിയമ്മയ്ക്കായിരുന്നു. ഗോത്രവിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ അല്ലേ. നമ്മളത് ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ.
അതിൽ എ ക്വസ്റ്റ്യൻ ആണ്, ഗോത്രജനതയുടെ കലാ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി നഞ്ചിയമ്മയുമായി അഭിമുഖം നടത്തുന്നതിനാവശ്യമായ ചോദ്യങ്ങൾ തയ്യാറാക്കുക. പ്രസക്തമായ 5 ചോദ്യങ്ങളെങ്കിലും വേണം അല്ലേ. അതെന്ത് ചെയ്യുക, നമ്മളിപ്പോൾ നഞ്ചിയമ്മയുമായിട്ട് ഒരു അഭിമുഖം നടത്തുകയെന്ന് വിചാരിച്ചോ, അപ്പോൾ എന്ത് ചെയ്യുക, അവരോട് ചോദിക്കാൻ നല്ല പ്രസക്തമായ 5 ചോദ്യങ്ങളെങ്കിലും ചോദിക്കുക. അതിനു വേണ്ടി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് പ്രവർത്തനം 5 ആണ്. ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി ആരാണ്? ബാബറാണ് അല്ലേ. ഓർമ്മയുണ്ടോ അല്ലേ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ, അക്ബർ ചക്രവർത്തി മതസഹിഷ്ണുതയുള്ള ഭരണാധികാരിയായിരുന്നു. തെളിവുകൾ നിരത്തി സമർത്ഥിക്കുക. അതിൽ ഹിൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇബാദത്ത് ഖാന, ദിൻ ഇലാഹി, രാജസദസ് അല്ലേ. ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ട്. ഈ ഭാഗമാണ് എന്ത്, ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് അല്ലേ. അതായത് എന്താണ്, ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതിനെ പറ്റിയൊക്കെ അല്ലേ. ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുക, അവിടെ കുറിപ്പ് എഴുതേണ്ടത്. അതായത് എന്ത് ചെയ്തിട്ടുണ്ട്, 1575 തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാനെ പണി കഴിപ്പിച്ചു. അതുപോലെ എന്താണ്, വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതയാണ് ഇത്തരം ചർച്ചകൾക്ക് ഉത്തമ ഉദാഹരണങ്ങളായിട്ട് വന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പഠിച്ച് ദിൻ ഇ ലാഹിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതെന്താണ്, എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അക്ബർ രൂപം കൊടുത്ത ഒരു ദർശനമാണ് ദിൻ ഇ ലാഹി എന്ന് പറയുന്നത്. അതേപോലെ എന്താണ്, എല്ലാവർക്കും സമാധാനം അഥവാ സുൽ ഇ കുൽ എന്നതാണ് ഈ ദർശനത്തിൻ്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞ ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രവർത്തനം നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഉയർന്നു വന്ന ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത്. അതിലെ ക്വസ്റ്റ്യൻ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ശരിയായത് ഏതൊക്കെയാണ്? ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതേപോലെ ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിന് 1857 വിപ്ലവം സഹായകമായി. അതേപോലെ തന്നെ എന്താണ്, നിരവധി പ്രാദേശിക സംഘടനകളുടെ പിറവിക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരം കാരണമായി. ഇത് മൂന്നുമാണ് അതിന് ശരിയായവ കേട്ടോ. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ, കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ എന്ന ആശയം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് നിയമത്തിൽ നിന്നാണ്? ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അത് നമ്മുടെ 3rd ചാപ്റ്ററായ കോൺസ്റ്റിറ്റ്യൂഷനിൽ, അതായത് ഭരണഘടനയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളതിൽ പറയുന്നുണ്ട് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ എന്താണ്, അതിൻ്റെ കുറച്ച് സവിശേഷതകൾ പറയുന്നുണ്ട് അല്ലേ. കുറച്ച് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അതിലെന്തുണ്ട്, അതിൽ ഒരു പോയിൻ്റായിട്ട് എന്ത് പറയുന്നുണ്ട്, ഈ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ വൺവേർഡായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തത്, 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശം എന്തായിരുന്നു? അതും എന്ത് ചെയ്തിട്ടുണ്ട്, ആ ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ. അവർ ക്യാബിനറ്റ് മിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് വന്നിട്ട് എന്തായിരുന്നു പ്രധാന നിർദ്ദേശം നൽകിയിരുന്നതെന്ന്? സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമ സംഹിത വേണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. പ്രവർത്തനമാണ് പ്രവർത്തനം 7. അതിൽ എ ക്വസ്റ്റ്യൻ ആണ്, മുഗൾ കാലത്തെയും വിജയനഗര ഭരണകാലത്തെയും നീതി നിർവഹണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് താഴെ പട്ടികയിൽ തന്നിരിക്കുന്നത്. വിട്ടുപോയവ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയുണ്ട്? ഒന്ന് മുഗൾ ഭരണകാലവും ഒന്ന് വിജയനഗര ഭരണവുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കാദ്യം മുഗൾ ഭരണം നോക്കാം അല്ലേ. തർക്കങ്ങളിൽ അന്തിമ തീരുമാനം ചക്രവർത്തിയുടേതായിരുന്നു. അതേപോലെ എന്താണ്, പ്രത്യേക കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയോ അതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കതിൽ എന്ത് ചെയ്യാം, മുഗൾ ഭരണകാലത്തിലുള്ള എന്ത് വേണമെങ്കിലും നമുക്കതിൽ എഴുതാം കേട്ടോ. നമ്മൾ ഒരുപാട് പോയിൻറ്റ്സ് നമ്മളതിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണ്, ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു അവിടെ നിലനിന്നിരുന്നത് അല്ലേ. ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം, വിജയനഗര ഭരണം നോക്കാം. അതിലെന്താണ്, അപ്പീൽ അധികാരി രാജാവായിരുന്നു. പിന്നെ നമുക്ക് ചെയ്യാല്ലേ, അവിടെ എന്ത് ചെയ്തിരുന്നു, പ്രത്യേക കോടതികളൊക്കെ സ്ഥാപിച്ചിരുന്നു അല്ലേ. പിന്നെ അടുത്തത് എന്താണ്, ചെറിയ കുറ്റങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികളിൽ കൈകാര്യം ചെയ്തു. അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ.
അടുത്തത് അതിൽ ബി ക്വസ്റ്റ്യൻ, മുഗൾ ഭരണകാലത്തെയും വിജയനഗര ഭരണകാലത്തെയും നീതി നിർവഹണ രീതി താരതമ്യം ചെയ്ത് ഒരു കുറിപ്പും കൂടി തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് പ്രവർത്തനം 8 മധ്യകാല ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രധാന ഭക്തി സൂഫി പ്രചാരകരെക്കുറിച്ചുള്ള സൂചനകളാണ് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. അതിലൊന്ന് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂചനകളും കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ആചാര്യന്മാരാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അതിൽ ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് എന്താണ്? പ്രധാന സൂഫി വര്യന്മാരിൽ ഒരാൾ 13-14 നൂറ്റാണ്ടുകളിലായി ഡൽഹിയിൽ ജീവിച്ചിരുന്നു. അതാരാണ്? ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലൈയാണ് കേട്ടോ. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 12-ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്നു. കന്നഡ ഭാഷയിലാണ് രചനകൾ നടത്തിയത്. വീരശൈവ എന്ന പ്രസ്ഥാനം ആരംഭിച്ചു. ആരാണ് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ? നമ്മൾ പഠിച്ചൂലേ, ആരാണ്? ബസവണ്ണയാണ് അല്ലേ. അതാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 15-ാം നൂറ്റാണ്ടിൽ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്നു. ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അതാരായിരുന്നു? കബീർ ആയിരുന്നു അല്ലേ. കബീർ എന്ത് ചെയ്യുന്നു? കബീർ എഴുതുന്ന കീർത്തനങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ദോഹകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്ന് നമ്മൾ പ്രത്യേകം പഠിച്ചിരുന്നു അല്ലേ. അതാണ് എന്ത്? കബീർ കേട്ടോ. അതിൻ്റെ ആൻസർ എന്താണ്? കബീർ. ഇനി അതിലൊരു ബി ക്വസ്റ്റ്യൻ ആണ്. എന്താ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ്? പൂന്താനം ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി, കാരയ്ക്കാർ, അമ്മയാർ എന്നിവർ ഭക്തി സൂഫി പ്രചാരകരായിരുന്നു. ഇവർ ജീവിച്ചിരുന്ന സംസ്ഥാനങ്ങൾ കണ്ടെത്തി തന്നിട്ടുള്ള ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പിൽ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ 3 പേരും ഏത് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു, എവിടെ ജീവിച്ചിരുന്നവരായിരുന്നു എന്ന് ഇന്ത്യയുടെ മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പിൽ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പൂന്താനം എവിടെയാണ് ജനിച്ചത്? കേരളത്തിലാണ്. ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി എവിടെയാണ്? അജ്മീറിലാണ് അല്ലേ. അജ്മീർ എവിടെയാണ്? രാജസ്ഥാനാണ്. കാരയ്ക്കൽ അമ്മയാർ എവിടെയാണ്? മഹാരാഷ്ട്ര. അപ്പോൾ ഇതാണ് മാപ്പ് തന്നിരിക്കുന്നത്. ഇത് നമുക്കിവിടെ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അജ്മീർ എവിടെയാണ്? അജ്മീർ രാജസ്ഥാനാണ്. അപ്പോൾ രാജസ്ഥാൻ ഇന്ത്യയിൽ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അത് രാജസ്ഥാനാണ്. പിന്നെയോ മഹാരാഷ്ട്ര എവിടെയായിട്ടാണ് വരുന്നത്? അതുപോലെ കേരളം അല്ലേ. കേരളം നമുക്കറിയാം എവിടെയാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് കൂടി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2024. ഓക്കെ. അപ്പോൾ ഇതാണ് എന്ത് 2025 കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ചിരുന്നത് മുഗൾ രാജവംശമാണ്. തന്നിരിക്കുന്ന ആശയപടം പ്രയോജനപ്പെടുത്തി മുഗൾ ഭരണകാലത്തെ കാർഷിക രംഗത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 3 ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. പ്രധാന കാർഷിക ഇനങ്ങൾ ഉൾപ്പെടുത്തണം, അതുപോലെ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് ഉൾപ്പെടുത്തണം, അതുപോലെ എന്താണ് കാർഷിക ഉപകരണങ്ങൾ അല്ലേ, ഇത് 3 ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെന്ത് നമ്മൾക്ക് പ്രധാന കാർഷിക ഇനങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? അന്ന് നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ അല്ലേ. ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ പ്രധാന കാർഷിക ഇനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം അല്ലേ. എന്ത് ചെയ്തിരുന്നു? നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നില്ല അല്ലേ. അവർ എത്ര കാലത്തേക്കാണോ നികുതി കൊടുത്തിരുന്നത് അത്രയും കാലം അവർക്ക് എന്ത് ചെയ്യായിരുന്നു? അവിടെ കൃഷി ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു. അതുപോലെ ഓരോ ഫലഭൂയിഷ്ടമായ മണ്ണിനനുസരിച്ച് എന്ത് ചെയ്തിരുന്നു? കൃഷിഭൂമിയുടെ നികുതിയിൽ വ്യത്യാസം വന്നിരുന്നു അല്ലേ. അതൊക്കെ നമ്മൾ മുന്നേ നല്ല വ്യക്തമായിട്ട് പഠിച്ചതാണ് അല്ലേ. ഇനി അതുപോലെ എന്താണ് കാർഷിക ഉപകരണങ്ങൾ, ഒരുപാട് കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെ? പേർഷ്യൻ ചക്രം നമ്മൾ ചിത്രത്തിൽ അതിൻ്റെ നമ്മുടെ ടെക്സ്റ്റിൽ ഈ പേർഷ്യൻ ചക്രത്തിൻ്റെ പിക്ചർ അടക്കമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ കനാൽ, ഇതെല്ലാം യൂസ് ചെയ്ത് എന്താണ് അവർ കാർഷികം കുറച്ചും കൂടി മെച്ചപ്പെടുത്താനുള്ള വഴികളൊക്കെ ചെയ്തിരുന്നു അല്ലേ. ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇതിൻ്റെ കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ. മുഗൾ ഭരണകാലത്തെ നഗരങ്ങളുടെയും അവ ഉൾപ്പെടുന്ന ഇന്നത്തെ രാജ്യങ്ങളുടെയും പട്ടിക നിരീക്ഷിച്ച് ശരിയായ ക്രമം കണ്ടെത്തി എഴുതാൻ. ഇതും ടെക്സ്റ്റിൽ അതേപടി കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതാണ്ട് നഗരങ്ങൾ ഇതാക്കുക, നമുക്കത് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ. അത് നമ്മൾ വ്യക്തമായിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, നമ്മുടെ റിവിഷനിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞതാണ് കേട്ടോ. അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ നമ്മൾ റിപ്പീറ്റായിട്ട് ഇപ്പോൾ എക്സാമിൽ ചോദിക്കുന്നത്. ഏതൊക്കെയാണ് നഗരങ്ങൾ? ഏതാണ്? ധാക്ക, മുർഷിദാബാദ്, ലാഹോർ അല്ലേ. ധാക്ക എവിടെയാണ്?
ബംഗ്ലാദേശാണ് അല്ലേ, ധാക്ക ബംഗ്ലാദേശ്, മുർഷിദാബാദ് ഇന്ത്യ, അതുപോലെ ലാഹോർ എവിടെയാണ്, പാകിസ്ഥാനിലാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്, ബി ആണ് കേട്ടോ. 1C 2A 3B അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൽ 2A എന്ന് പറയുന്നത് മധ്യകാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് വിജയനഗര രാജ്യം. അതിൽ എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിജയനഗര ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ കണ്ടെത്തി തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെന്തൊക്കെയാണ്, നീതിന്യായവും സൈനിക സംവിധാനമാണ് പറഞ്ഞിരിക്കുന്നത്. നീതിന്യായത്തിൽ ഒന്നവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ്, അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു അല്ലേ, അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. പിന്നെ നമുക്ക് അവിടെ എന്തെഴുതാം, നീതി നിർവഹണത്തിനായിട്ട് കോടതികൾ സ്ഥാപിച്ചിരുന്നു അല്ലേ. അതുപോലെ എന്താണ്, ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികളിൽ തന്നെ വെച്ച് കൈകാര്യം ചെയ്തിരുന്നു. പിന്നെ അടുത്തതോ സൈനിക സംവിധാനത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. സൈനിക മേധാവികൾ അമരനായകന്മാരെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ എന്താണ്, ഈ അമരനായകന്മാരുടെ അവരുടെ സ്ഥാനം അനുസരിച്ച് എന്ത് ചെയ്തിരുന്നു, അവർക്ക് രാജാവ് ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു കൊടുത്തിരുന്നു. അതുപോലെ പിന്നെന്താണ്, അവർ ഈ അമരനായകന്മാർ നിലനിർത്തേണ്ട നിശ്ചിത കാലാളുകൾ, കുതിരകൾ, ആനകൾ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. അത് തന്നെയാണ് പിന്നെയും ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉറപ്പായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതിൽ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഭരണ സൗകര്യത്തിന് വേണ്ടി വിജയനഗര രാജ്യത്തെ വിവിധ തലങ്ങളിലായി വിഭജിച്ചിരുന്നു. നൽകിയിരിക്കുന്നതിൽ ശരിയായ ക്രമം ഏത് അല്ലേ. നമുക്ക് മുഗൾ ഭരണവും വിജയഭരണവും അവരുടെ ഭരണ സൗകര്യത്തിനായിട്ട് വിവിധമായിട്ട് തരംതിരിച്ചിരുന്നത് നമ്മൾ പ്രത്യേകം പഠിച്ചു അല്ലേ. ഇതിൽ കറക്റ്റ് ഏതാണ്, എ ആണല്ലേ. എങ്ങനെയാണ് വിജയനഗരം വിവിധ തലങ്ങളിലായിട്ട് തിരിച്ചത്, മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ അല്ലേ, ഇങ്ങനെയാണ് തിരിച്ചത്. ഇനി അടുത്ത 2B ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ഒന്നില്ലെങ്കിൽ ഇത്ര എഴുതുക, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത്. എന്താണ് അതിൽ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതിൽ വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗം വലിയ പുരോഗതി കൈവരിച്ചു. അതിൽ എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സാംസ്കാരിക രംഗത്തുണ്ടായ പുരോഗതി തന്നിരിക്കുന്ന പട്ടികയിൽ രേഖപ്പെടുത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ വാസ്തുവിദ്യയും സാഹിത്യവും ഉണ്ട്. വാസ്തുവിദ്യയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ഇത് ദ്രാവിഡ ശില്പരീതിയാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നതിൽ. പിന്നെ അതുപോലെ എന്താണ്, സാഹിത്യത്തിൽ എന്താണ്, ട്രാൻസ്ലേറ്റ്, അതായത് വിവിധ ലാംഗ്വേജിലേക്ക്, വിവിധ ഭാഷകളിലേക്ക് ട്രാൻസ്ലേഷനൊക്കെ നടന്നിരുന്നു അല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗം വലിയ പുരോഗതി കൈവരിച്ചിരുന്നു. അത് എന്തിനൊക്കെയായിരുന്നു, വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ദ്രാവിഡ ശില്പരീതിയാണ് ഇവിടെ പ്രാബല്യത്തിലുണ്ടായിരുന്നത്. അതുപോലെ നമുക്ക് എഴുതാവുന്ന ഒരു പോയിന്റും കൂടിയാണ് ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പയുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. അത് നമുക്ക് അവിടെ പോയിൻ്റായിട്ട് എഴുതാവുന്നതാണ്. ഇനി അടുത്തത് നമ്മുടെ സാഹിത്യരംഗം ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്, സാഹിത്യരംഗം എന്ന് പറയുമ്പോൾ തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. അതുകൂടാതെ തന്നെ എന്താണ്, നിരവധി നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു അല്ലേ, നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ 2 പോയിന്റും എന്ത് ചെയ്യാം, നമുക്ക് ആ ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ അല്ലേ എവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നതെന്ന്. ഇനി നമുക്ക് അടുത്തത് ബി ക്വസ്റ്റ്യൻ നോക്കാം. വിജയനഗര രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ക്രമീകരിച്ച് ശരിയായത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെയിം ടേബിളിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിജയനഗരം, തുളു വംശം, സംഗമ രാജവംശം, സാലുവ വംശം, അരവിഡു വംശം. ഇത് കറക്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഏതൊക്കെയാണ്, ഒന്നിലെ തുളു വംശം ഏതാണ്, കൃഷ്ണദേവരായരാണ് അല്ലേ. അതുപോലെ സംഗമ രാജവംശം ഏതാണ്, ഹരിഹരനും ബുക്കറും. സാലുവ വംശം നരസിംഹ സാലുവ. അതുപോലെ അരവിഡു വംശം തിരുമല അല്ലേ, അതാണ് അതിൻ്റെ കറക്റ്റ്. അപ്പോൾ കറക്റ്റ് ഉത്തരം ഡി ആണ്. ഇനി അടുത്തത്, ഇതിലും മൂന്നാമത്തെ ചോദ്യത്തിനും 2 ഭാഗങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് പൂർണ്ണമായിട്ട് തന്നെ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ തന്നെയാണ്. അപ്പോൾ എഴുതാം, എന്താണ്, മധ്യകാലഘട്ടത്തിൽ മനുഷ്യരെ ഒരുമിപ്പിച്ച് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്.
അതിൽ എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നൽകിയിരിക്കുന്ന വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിരുന്നു അല്ലേ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും സെയിം മോഡൽ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളുടെ ആശയപ്രചരണം നടത്തിയ കവി ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത് ആരാണ്? കബീറാണ് കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ അല്ലേ, ചെറിയൊരു വ്യത്യാസത്തെ മാത്രമാണ് കഴിഞ്ഞ കൊല്ലം ചോദിച്ചിട്ടുള്ളത് അല്ലേ. പിന്നെ അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഖവ്വാലികൾ എന്നാണ്. അത് നമ്മൾ ഇവിടെ അതിൻ്റെ പ്രത്യേകതയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഖവ്വാലികൾ എന്ന് വെച്ചാൽ എന്താണ്? സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങളാണ് എന്ത് ഖവ്വാലികൾ എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? ബസവണ്ണയാണ് അല്ലേ. അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്നുണ്ട് ലങ്കർ. ലങ്കർ എന്ന് വെച്ചാൽ എന്താണ്? പൊതു അടുക്കളയാണ് കേട്ടോ. അപ്പം അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സൂഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ്? മധ്യേഷ്യയിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് എന്ത്? സൂഫീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സൂചനകൾ ശ്രദ്ധിക്കുക. ഇവിടെ കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഭക്തി പ്രസ്ഥാന കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സമൂഹത്തിൽ കൂടുതൽ പരിഗണന ലഭിച്ചു. അതുപോലെ തന്നെ ഭക്തി പ്രസ്ഥാന കാലഘട്ടത്തിൽ പ്രാദേശിക ഭാഷകളുടെ പ്രാധാന്യം വർദ്ധിച്ചു. ഇത് രണ്ടുമാണ് ഇവിടെ ഹിൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഭക്തി പ്രസ്ഥാന കാലഘട്ടത്തിൽ സാമൂഹിക രംഗത്തുണ്ടായ പുരോഗതി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും അതേപടി നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ടെക്സ്റ്റിൽ ഇവിടുത്തെ സ്വാധീനം അല്ലേ, അതിൻ്റെ എന്തൊക്കെയുണ്ട് മാറ്റങ്ങൾ വന്നത് എന്തൊക്കെയാണ്? മതസഹിഷ്ണുത, അതുപോലെ ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം, അതുപോലെ അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം, ഇതൊക്കെ കൂട്ടി നമുക്ക് ആ കുറിപ്പിൽ എഴുതാട്ടം. അതുകൂടാതെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അക്കാലത്ത് ഒരുപാട് ഉച്ചനീചത്വങ്ങളും സാമൂഹ്യ സമത്വങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. അതുകൂടാതെ എന്താണ് ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്താണ് മനുഷ്യരെ ഒരുമിപ്പിച്ച് സംഘർഷങ്ങൾ കുറച്ച് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇത്തരത്തിലുള്ള വ്യത്യസ്ത മതങ്ങളിലെ ആശയങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ വിവിധ ജാതി മതവിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് സഹവർത്തിത്വത്തോടെ കഴിയാൻ ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം സഹായകമായി. അതുകൂടാതെ എന്താണ് ആധുനിക ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുദ്രകളായ സാമുദായിക സാഹോദര്യം, നാനാത്വത്തിൽ ഏകത്വം, സാഹോദര്യം, തുല്യത, ബഹുസ്വരത തുടങ്ങിയവ ഭക്തി സൂഫി ആശയങ്ങളെ പ്രേരണയിൽ നിന്ന് രൂപം കൊണ്ടവയാണ്. ഇതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യും. അതുകൂടാതെ തന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് എന്താണ് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയെ പറ്റിയും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവർ സാധാരണ പ്രാദേശിക ഭാഷകളിലൂടെ പ്രചാരണം നടത്തിയത് കൊണ്ട് എന്താണ് ഈ ഭാഷകൾക്ക് ഒരുപാട് വളർച്ച ഉണ്ടായിട്ടുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തി കാവ്യങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. പ്രാദേശിക ഭാഷകളിൽ അതുകൂടാതെ എന്താണ് ഒരുപാട് സാഹിത്യകൃതികളും ഉണ്ടായി. കൂടാതെ പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഒരു ഉദാഹരണമായി അല്ലേ. ഇതെല്ലാം എന്ത് ചെയ്യാം? നമുക്കിതിൽ ഉൾപ്പെടുത്താം. അതുകൂടാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. മഹാഭാരതം, രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു അല്ലേ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അത് മനസ്സിലായല്ലോ അല്ലേ. ഒരുപാട് വ്യത്യാസങ്ങൾ സ്ത്രീ സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ പ്രാദേശിക ഭാഷയിലുണ്ടായ പ്രാദേശിക ഭാഷകളുടെ പ്രാധാന്യമൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം കൂടിയും കൂട്ടി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് കേട്ടോ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. നായനാർമാരും ആഴ്വാർമാരുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ശരിയായ ജോഡിയാണ് സി ക്വസ്റ്റ്യൻ ആണ്. തിരുമുറകൾ എന്താണ്? 4000 ദിവ്യപ്രബന്ധം കേട്ടോ, അതാണ് കറക്റ്റ്. ഇനി അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ.
ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടികൾക്കും അവകാശമുണ്ട്. അതിലെ ക്വസ്റ്റ്യൻ, കുട്ടികളുടെ സംരക്ഷണത്തിനായി ഗവൺമെൻറ് നടപ്പിലാക്കിയ ഏതെങ്കിലും 2 നിയമങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാട്ടോ. ഞാനിവിടെ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ബാലസംരക്ഷണ പദ്ധതിയും അതുപോലെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞൊരു പദ്ധതിയും കൂടി ഉണ്ട് കേട്ടോ. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. അതിൽ കുട്ടികളും നിയമങ്ങളും എന്ന വിഷയത്തിൽ നിയമവിദഗ്ധമായി അഭിമുഖം നടത്താൻ ആവശ്യമായ ചോദ്യങ്ങൾ നിർമ്മിക്കുക. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ അഭിമുഖത്തിന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, നഞ്ചിമയെ കണ്ടിട്ട് എന്താണ് അഭിമുഖം നടത്തി ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ്. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് കുട്ടികളും നിയമങ്ങളുമാണ്. അതുമായി ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ പോലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഭരണഘടനയിലെ പ്രധാനപ്പെട്ട 2 സവിശേഷതകളാണ് മൗലിക അവകാശങ്ങളും മൗലിക കടമകളും അല്ലേ. അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, മൗലിക അവകാശങ്ങൾ പോലെ പ്രാധാന്യമർഹിക്കുന്നതാണ് മൗലിക കടമകൾ, വിശദീകരിക്കുക. അതിനെപ്പറ്റി വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഇതല്ലേ മൗലിക അവകാശങ്ങളും മൗലിക കടമകളും. മൗലിക അവകാശങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് എന്ത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഓരോ വ്യക്തിക്കും അല്ലേ, നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ എന്താണ് ഓരോ വ്യക്തിക്കും എന്തൊക്കെ അവകാശങ്ങൾ, ജീവിക്കാനുള്ള അവകാശം, അതുപോലെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള അവകാശം, അങ്ങനെ ഒരുപാട് അവകാശങ്ങൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യം നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അല്ലേ. അത്തരത്തിലുള്ള ഒരു അവകാശങ്ങളാണ് ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് മൗലിക കടമകളാണ്. മൗലിക കടമകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അതായത് നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ രാജ്യത്തോട് പുലർത്തേണ്ട ഉത്തരവാദിത്വങ്ങളുണ്ട് അല്ലേ. ആ രാജ്യത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട കുറച്ച് ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങളാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത്. ഇതാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ അല്ലേ. ഇനി അടുത്തത് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, നവംബർ 26 ഭരണഘടനാ ദിനാചരണത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന റാലിക്ക് വേണ്ടി ഭരണഘടനാ ധർമ്മങ്ങൾ ഉൾപ്പെടുത്തി 2 പ്ലക്കാർഡുകൾ നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആവുന്നത് വരെ പിന്തുടർന്നു വന്ന നിയമസംഹിത ഏതാണെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഏതാ പഠിച്ചത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അല്ലേ. അത് നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആവുന്നത് വരെ പിന്തുടർന്നു വന്ന നിയമസംഹിതയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ, അതിരുവൽക്കരണത്തിന് കാരണമാകുന്ന പല ഘടകങ്ങളുണ്ട് അല്ലേ. അതിൽ 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി പറയുകയാണ്, വീൽ ചെയറിലിരിക്കുന്ന ഒരു കുട്ടിയാണ് പറയുന്നത് എന്താണ്, ഞാൻ നിധി വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നത്, മറ്റുള്ളവരോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടാൻ എനിക്ക് കഴിയാറില്ല. അടുത്തത് വേറൊരു കുട്ടിയാണ്. ആ കുട്ടി പറയുന്നത് എന്താണ്, ഞാൻ മറൂഫ, പാപ്പയും മായും ഞാനും അസം സ്വദേശികളാണ്, വർഷങ്ങളായി കേരളത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ എത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങനെയാണ് ഈ കുട്ടി പറയുന്നത് അല്ലേ. ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തെന്നാൽ, മുകളിൽ കൊടുത്തിരിക്കുന്ന 2 സന്ദർഭങ്ങൾ നിരീക്ഷിച്ചുവല്ലോ. ഇവ ഏതു തരത്തിലുള്ള അതിരുവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് അതിരുവൽക്കരണം അല്ലേ. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, ആദ്യത്തേത് എന്താണ്, ഭിന്നശേഷിയാണ് അല്ലേ, ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ടതാണ്. 2ാമത്തേത് എന്താണ്, സാമൂഹികപരമായിട്ടുള്ള അതിരു വ്യത്യാസം അല്ലേ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇത്തരം സന്ദർഭങ്ങളിൽ അതിരുവൽക്കരണത്തെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻസ്. ഇതാണ് നമ്മുടെ കഴിഞ്ഞ 2 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒരേ തരത്തിൽ മുഗൾ ഭരണത്തെക്കുറിച്ചും വിജയനഗര ഭരണത്തെക്കുറിച്ചും ഒരേ തരത്തിൽ മാറി മാറി ചോദിച്ചു വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബസവണ്ണ കബീർ അല്ലേ, അത് പ്രധാനമായിട്ടും 2 പേപ്പറിലും കണ്ടുവരുന്നതാണ്. അത് ചോദിച്ചിട്ടുണ്ട്. വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, കബീറിൻ്റെ ദോഹകളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിൽ കാണാൻ പറ്റുന്ന ഒന്നാണ് മറ്റേ
ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ പറഞ്ഞു, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ടോപ്പിക്ക് വേറെ വേറെ ആണെങ്കിലും എന്താ പറയുക, ആ ഒരു മോഡൽ നമുക്ക് അവിടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരുപോലെ വരുന്നുണ്ട്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം, ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം 1995 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ചോദിച്ചത്, മൗലിക അവകാശങ്ങൾ, കടമകൾ, അങ്ങനെ അതിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക, വ്യക്തമായിട്ടൊന്ന് പഠിച്ചു വെക്കട്ടെ. ഇത് രണ്ടും ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഇതിലുള്ള കാര്യങ്ങളും ഒന്നും കൂടി ഒന്ന് നന്നായി നോക്കുക. എന്നിട്ട് നന്നായിട്ട് പോയിട്ട് എക്സാം എഴുതുക കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ശരി കേട്ടോ, ഇനി നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് കാണാം. ബൈ.